കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് പ്രബോധന പ്രധാനമാണ് എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ സംഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പ്രബോധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കർത്താവ് കടൽത്തീരത്ത് വെച്ചാണ് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നത്. കടൽത്തീരം എന്ന് പറയപ്പെടുന്നത് ഒട്ടും അനുകൂലമായ ഒരു സാഹചര്യമല്ല വചന പ്രഘോഷണത്തിന്. ഏറ്റവും ശബ്ദമുള്ള സ്ഥലമാണ് കടൽത്തീരം. മീൻ വാങ്ങിക്കാൻ വരുന്നവരുടെയും മീൻ വിൽക്കുന്നവരുടെയും ഒക്കെയും ബഹളം അതിൽ ഉച്ചസ്ഥായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കടൽത്തീരം. ശബ്ദസ്ഥലം പോലെ വളരെയധികം ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് കർത്താവ് വചനപ്രഘോഷണം ആരംഭിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും കർത്താവിന് വചനം പറയണം എന്നുള്ള ഒരു തീക്ഷ്ണത എല്ലായിടത്തും ഉണ്ടായിരുന്നു. അനേകം മനുഷ്യരുടെ ജീവിതത്തിന്റെ തകർച്ചകളുടെയും വേദനയുടെയും നടുവിൽ അവരോട് ആരെങ്കിലുമൊക്കെ വചനങ്ങൾ സംസാരിച്ചപ്പോൾ അവിടെയെല്ലാം അവർ സുവിശേഷമായിട്ട് മാറാൻ തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വചനപ്രഘോഷണത്തിനായിട്ട് ഒരു അവസരം ലഭിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് നദീതീരത്തേക്ക് പോകുന്ന പൗലോസിനെയും ശീലാസിനെയും നമ്മളവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് അതിനെ കേൾക്കുന്നതല്ല, മറിച്ച് വചനപ്രഘോഷകനാണ്. കർത്താവ് തനിക്ക് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അവിടുത്തെ ദൗത്യം അതായിരുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതൊക്കെ കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ അതേപ്രകാരം സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിനായിട്ട് കിട്ടുന്ന ഒരു അവസരവും കർത്താവ് അത് വിനിയോഗിക്കാതെ പോയിട്ടില്ല എന്നതാണ്. കലർപ്പില്ലാതെ നമ്മൾ മറ്റ് മാനുഷികമായ യാതൊരു താല്പര്യങ്ങളും ഇല്ലാതെ വചനം പ്രഘോഷിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ആളുകളെ ദൈവം വരും. അതാണ് അവനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവോ ബലമല്ല, മറിച്ച് ദൈവമാണ് അതിനെ കേൾക്കാനുള്ളവരെയും അതിനെ പ്രസംഗിക്കാനുള്ളവരെയും ഒക്കെയും ഒരുക്കുന്നത്. കർത്താവിന്റെ ഒരു ആകർഷണ വലയത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വചനത്തോട് തീവ്രമായ അഭിനിവേശം ഉണ്ടാകുന്നത്. കർത്താവ് പറയുന്നത് ഒരു ഉപമയാണ്. ഉപമയുടെ പുറത്തോട് വളരെ ലളിതമാണ്, പക്ഷെ അതിന്റെ പൊരുള് ഏറെ എത്ര ചർച്ച ചെയ്താലും ഒരിക്കലും തീരാത്ത ഒന്നതാണ്. മന്വന്തരങ്ങൾ ധ്യാനിച്ചാലും ഖനനം ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും ശ്രേഷ്ഠമാണ് ഈ ഓരോ ഉപമയുടെയും പൊരുൾ. യേശുവാണ് ഈ ഉപമ. അപ്പോൾ മനുഷ്യപുത്രൻ അവനെ നോക്കിക്കൊണ്ട് ഓരോരുത്തരും അവന്റെ ജന്മത്തെപ്പറ്റി അവന്റെ കുടുംബത്തെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. അവരെ പോലെ ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ പൊരുളെന്ന് പറഞ്ഞാൽ അവിടെ ദൈവപുത്രനാണ് എന്നുള്ളതാണ്, ദൈവമാണ് എന്നുള്ളതാണ്. ഓരോ ഉപമയിലും ദൈവരാജ്യം മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കർത്താവ് പറയുകയാണ്, കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തുടക്കം. കേൾക്കുവിൻ, അത് നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേലെ കേൾക്കുക, ക്ഷമ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് കർത്താവ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേൾക്കുന്ന അത്ര നിസ്സാരമല്ല, മറിച്ച് അതിനുള്ള ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് അറിയേണ്ടത്, ഇതിന്റെ പൊരുളെന്ന് അറിയേണ്ടത് ഈശോയിൽ നിന്നാണ്. ശിഷ്യന്മാരെ രഹസ്യത്തിലായിരിക്കുമ്പോൾ അവരോട് അത് ചോദിച്ച് മനസ്സിലാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾക്കാണ് വെളിപ്പെട്ടിട്ടുള്ളത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ, കർത്താവിന് വേണ്ടി വീട് ഉപേക്ഷിച്ചവർ, കർത്താവിന് വേണ്ടി വഞ്ചി ഉപേക്ഷിച്ചവർ, കർത്താവിന് വേണ്ടി സൗഹൃദങ്ങളെ ഉപേക്ഷിച്ചവർ, കർത്താവിന് വേണ്ടി തനിക്കുകൾക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നവർ, അവർക്കാണ് പൊരുള് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ മറ്റെന്തിനെങ്കിലെങ്കിലും ഒക്കെ അഭിനിവേശമുള്ളവർക്ക്, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് കർത്താവിന്റെ ആ വാക്യങ്ങളുടെ പൊരുൾ മനസ്സിലാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ അർത്ഥവും തേടി നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് കൂടും. ആ ധ്യാനകേന്ദ്രങ്ങളെ കണ്ടീരന്റെ സമയങ്ങളിൽ പറയുന്ന ഓരോ വചനവും നമ്മോട് പറയുന്നതാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ, ആ ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയും ദൈവത്തിന്റെ വചനം അതിൽ ഉൾപ്പൊരുൾ. ആ ഉൾപ്പൊരുൾ അഴിയാനായിട്ടുള്ള ഒരു ജീവിത ബലമാണ് നമുക്ക് ദൈവം നൽകുന്നത്. യെശയ്യാ 55:3 പറയുന്നുണ്ട്, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്നു. കർത്താവിന്റെ അരികിലേക്ക് വന്ന് അവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. കർത്താവിന്റെ അരികിലേക്ക് വരിക, കർത്താവിന്റെ സാമീപ്യം കൊതിക്കുക, കർത്താവിന്റെ ബന്ധത്തിൽ നിരന്തരം തുടരുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവിന്റെ അരികിൽ വന്നാൽ പിരിഞ്ഞു പോകാനായിട്ട് തോന്നാത്ത രീതിയിൽ അത്രമാത്രം ഒരു ആഴമായ ബന്ധം, ശിഷ്യത്വത്തിന്റെ ബന്ധം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. വിതയ്ക്കാൻ പുറപ്പെടുമ്പോൾ 4 പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, 10 പേരോട് നമ്മുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ അതിലെ 4 തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഉണ്ടാകുക. ആ 4 പ്രതികരണങ്ങളാണ് കർത്താവ് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്.
വിതക്കാരൻ പുറപ്പെടുന്നു. ഈ വിതക്കാരൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശു സ്വർഗത്തിൽ ഇറങ്ങി അവൻ കടത്തീരത്തേക്ക് വന്നു, അപ്പസ്വലന്മാരുടെ ഇടയിലേക്ക് വന്നു, മരുഭൂമിയിലേക്ക് ചെന്നു. അവിടെയെല്ലാം അവൻ കൊണ്ടുപോയ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വിത്ത് വന്ന് വീഴുന്ന സ്ഥലങ്ങള് ഒന്ന് വഴിയില്, മറ്റൊന്ന് പാറമേല്, മറ്റൊന്ന് മുള്ളുകൾക്കിടയിൽ, മറ്റൊന്ന് നല്ല നിലത്ത്. വിതക്കാരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കൂടുതൽ കുറെ വിത്തുമായിട്ട് പോകുന്ന ഒരാളായിട്ടാണ് നമ്മൾ പലപ്പോഴും സങ്കല്പിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഈ വിതക്കാരനെ സംബന്ധിച്ചോളം വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളാണ്. മണ്ണിന്റെ ക്വാളിറ്റി നോക്കാതെ വിതയ്ക്കുന്ന ഒരാളാണ്. ഒരേ ഭൂമിയിലെ 4 ടൈപ്പ് ഓഫ് പ്ലേസസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്ന് പാറ, മറ്റൊന്ന് വഴി, മറ്റൊന്ന് മുള്ളുകൾക്കിടയിൽ, മറ്റൊന്ന് നല്ല നില. ഈ പാറ എന്ന് പറയുന്നത് അവിടുത്തെ പശ്ചാത്തലം അനുസരിച്ച് ലൈം സ്റ്റോൺസ് ആണ്, ചുണ്ണാമ്പ് പാറകളാണ്. വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കണ്ടുമുട്ടുന്ന ഒരു മണ്ണാണ്, ഒരുപാട് പേരെ കാണുന്ന ഒന്നാണ് വഴി. ആ വഴി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതയാത്രയിൽ അനേകം ഭൗതികമായ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ട് നമ്മൾ ദൈവാലയത്തിൽ വന്നാൽ ദൈവത്തിന്റെ വചനം കേട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയില്ല. കാരണം നമ്മുടെ മനസ്സ് പെരുവഴി പോലെ തുറന്നു കിടക്കുന്ന ഒന്നാണ്. നമുക്ക് ദൈവവചനത്തോട് പ്രത്യേക ഇൻട്രസ്റ്റോ ഒന്നും കാണുകയില്ല. കാരണം അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കാനൊന്നും തയ്യാറാകുകയില്ല. ഒത്തിരി കാര്യങ്ങൾക്കിടയിൽ ഒരു കാര്യം ദൈവത്തിന്റെ വചനം, പ്രാർത്ഥന, വിസ്തുബാന ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സോഷ്യൽ സേക്കിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലത്തിന് വേണ്ടി മാത്രം ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു രീതി. ഇത് പെരുവഴിയുടെ അനുഭവമാണ്. ഒന്നും നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് സാത്താന് എടുത്തുകൊണ്ട് പോയി എന്ന് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ വിലപ്പെട്ടതിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നുണയുടെ പിതാവെന്ന് യോഹന്നാൻ 8:44 വിവരിക്കുന്ന സാത്താൻ ഈ വചനം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മളിൽ വന്ന് വീഴുമ്പോൾ തന്നെ അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു പ്രവർത്തനം സാത്താന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ വിത്ത് നമ്മളെ കിളയ്ക്കാതിരിക്കാൻ വേണ്ടി. സങ്കീർത്തനം 16:8 പറയുന്ന, കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങയില്ല. ഇത് നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ക്രൈസിസ് വരുന്നിടം വരെയും ഈ വചനങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. മറിച്ചൊരു ക്രൈസിസ് വരുമ്പോൾ, ആടിയുലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയും, കർത്താവ് എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന അവസ്ഥ, ഞാൻ കുലുങ്ങാതെ നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കുന്ന അവസ്ഥ. ഇതെല്ലാം നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്നത് കേൾക്കാൻ സന്തോഷമുള്ള കുറേ ആളുകൾ. ദൈവത്തിന്റെ വചനത്തോട് കേൾക്കാനൊക്കെ സന്തോഷമാണ്. പക്ഷേ അത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടോ അനുതാപത്തിലേക്ക് നയിക്കാനോ തക്കവണ്ണം അവർ നിന്ന് കൊടുക്കത്തില്ല. ഹെറോദ്യോസിനെ പറ്റി വേദോസിൽ പറയുന്നുണ്ട്, സ്നാപയോഹന്നാന്റെ പ്രഭാഷണം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹെറോദ്യോസിന് സ്നാപകന്റെ പ്രഭാഷണം ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സ്നാപകന്റെ പ്രഭാഷണം കേട്ട് അനുദപിക്കുകയും സ്വഗ്രാജ്യം സമീപിച്ചിരിക്കുന്ന വാക്ക് കേട്ടപ്പോൾ അനുതാപത്തിലേക്ക് കടന്നു പോകുവാൻ ഹെറോദ്യോസിന് കഴിയുന്നില്ല എന്നതാണ്. അതായത് വേരുകളില്ല. വേരുകളുടെ പ്രത്യേകത എന്താണ്? പടുകൂറ്റൻ മരത്തെ താങ്ങി നിർത്തുന്ന ഒന്നാണ് വേരുകൾ. പക്ഷെ ആ വേരുകൾ പുറത്താരും കാണുന്നില്ല. പടുകൂറ്റൻ മരം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോടുള്ള ആഴമായ ബന്ധം നമ്മുടെ രഹസ്യാത്മകതയിലുള്ള ആഴമായിട്ടുള്ള വേരുകളാണ്. ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന, വചനത്തിൽ വേരൂന്നി നിർജ്ജാലരികത്ത് നട്ട വൃക്ഷം പോലെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര പടർന്ന് പന്തലിച്ചാലും ദൈവത്തിന്റെ ആ ഒരു തെളിച്ചം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ലോകത്തോട് കാണിക്കുവാനായിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മാനവും മഹത്വവും കർത്താവെ അങ്ങേക്കുള്ളതാണ് എന്ന് പറയുന്ന വേരുകളായിരിക്കണം, വചനത്തെ വേരൂന്നിയുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ശക്തി. എന്നതെല്ലാം ദൈവം നിർത്തിയതാണെന്ന്, നേടിയതല്ല ദൈവം തന്നതാണെന്നുള്ള ബോധ്യം. അടുത്തായിട്ട് പറയുന്നത്, മുൾച്ചെടികൾക്കിടയിൽ വിതക്കാരൻ വിതച്ചു. അതിന്റെ പ്രത്യേകത എന്താണ്? മുൾച്ചെടിയും വിത്തിനെ സ്വീകരിക്കും. പക്ഷേ മണ്ണിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ലൗകികമായ വ്യഗ്രത. ലൗകികമായ വ്യഗ്രതയെ പറ്റി പറയുന്നത്, വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ വീണ് പോകും. അതുപോലെ തന്നെ ലൗകിക വ്യഗ്രത, ധനത്തിന്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഇവയെല്ലാം കടന്നു കൂടിയിട്ട് വചനത്തെ ഞെരുക്കും എന്ന് ഇതിന്റെ ഒരു വിവരണമായിട്ട് നമ്മൾ ഈ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനവയെ സ്വീകരിക്കത്തില്ല. ആത്മീയ മനുഷ്യനാവട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നുവെന്ന് വേദപുസ്തകം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൗകിക മനുഷ്യന് ജീവിത വ്യഗ്രതയാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേദപുസ്തകത്തിന് അടുത്തായിട്ട് നമ്മളോട് പറയുന്നത് ധനത്തിന്റെ ആകർഷണം. ദൈവത്തെയും ധനത്തെയും നമുക്ക് ഒരുമിച്ച് സേവിക്കാനാവുകയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധനം കൂടുമ്പോൾ പലപ്പോൾ ദൈവത്തിലുള്ള ആശ്രയബോധം കുറയും. ദൈവത്തിലുള്ള ആശ്രയബോധം കൂടുമ്പോൾ പലപ്പോഴും ധനത്തിലുള്ള ആശ്രയബോധവും നമുക്ക് കുറയും. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറഞ്ഞു കവിയുന്ന ഒരു ആവിഷ്കാരമാണ് തീർച്ചയായിട്ടും എന്റെ വചന പ്രഘോഷണം എന്ന് ചിന്തിക്കാൻ, അത് ഒരു ജീവിത സാക്ഷ്യമായിട്ട് മാറാൻ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ നയിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ പറ്റി പറയുന്നു. നല്ല മണ്ണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ നനവുള്ള
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവുള്ള മണ്ണാണ്. അവിടെ 30, 60, 100 മേനി ഫലം പുറപ്പെടുക. അത് 30 എന്ന് പറയുന്നത് നല്ലത്, 60 എന്ന് പറയുമ്പോൾ കുറെ കൂടി നല്ലത്, 100 മേനി എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറായിട്ടുള്ള വിളവ്. അതുപോലുള്ള വിളവ് നൽകാൻ തക്കവണ്ണം നല്ല നിലം ഒരുക്കുന്നത്, അതായത് ദൈവത്തോടുള്ള തീവ്രമായ അഭിനിവേശം. ഞാൻ നിങ്ങൾ ഓരോ എല്ലാ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ അരികിലെത്താൻ നമ്മൾ ഈ നല്ല നിലത്ത് ജീവിതം എപ്പോഴും പാകിയിടണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാൻ ഉള്ളിനിടയിൽ വീണ വിട്ടായിരിക്കാം, എന്നെ നീ നല്ല നിലത്തേക്ക് കൊണ്ടുവരണമേ. എൻ്റെ കർത്താവേ, ഞാൻ പാറക്കിടയിൽ വീണ വിത്തായിരിക്കാം, എന്നെ നീ ഈ നല്ല നിലത്തേക്ക് കൊണ്ടുവരണമേ. കർത്താവേ, ഞാനൊരു പക്ഷേ പെരുവഴിയിൽ വീണുപോയ വിത്തായിരിക്കാം, എന്നെ നീ നല്ല നിലത്തേക്ക് കൊണ്ടുവരണമേ. അതിൽ ഞാൻ മുളച്ചു വളർന്ന് നിന്റേതായി ഞാൻ മാറാൻ തക്കവണ്ണം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ.